നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ആമേൻ വിവരങ്ങളുടെ കാലം. ഹല്ലേലൂയ. ആമേൻ. വിവരങ്ങളുടെ കാലമാണ് അല്ലേ? ഹല്ലേലൂയ. വിവരമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ആമേൻ. എല്ലാത്തിനെ കുറിച്ചും വിവരമുള്ളവരാണ് എല്ലാവരും. പക്ഷേ ആമേൻ വിവേകമില്ലാത്ത മൃഗത്തിന് തുല്യമായി ആമേൻ വിവരമുള്ളവർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവല്ലേ? ഹല്ലേലൂയ. ആമേൻ. വിവരങ്ങളുടെ അല്ലെ ഇന്നത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും എല്ലാ കാര്യങ്ങളെ കുറിച്ചും അല്ലെ വലിയ അറിവുകളാണ്, വലിയ വിവരങ്ങളാണ് അല്ലെ? ഒരു 30, 40, 50 വർഷം ആമേൻ പുറകോട്ട് നോക്കിയാൽ അന്നൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആമേൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കാലങ്ങൾ എടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ആമേൻ കാര്യങ്ങളൊക്കെ വേഗത്തിൽ എന്ത് ചെയ്യാ ആമേൻ മനസ്സിലാക്കാനുള്ള ആമേൻ ഒരു കഴിവ് നമുക്ക് കാണുന്നുണ്ട് അല്ലെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വേഗത്തിന്റെ കാലമാണ് അല്ലെ? എല്ലാം വേഗത്തിൽ എന്ത് ചെയ്യണം? ഇന്നത്തെ തലമുറയുടെ ആമേൻ കാര്യം എങ്ങനെയാ? എല്ലാം വേഗത്തിൽ. തലമുറകൾക്ക് മാത്രമല്ല, ഇന്നത്തെ എല്ലാവർക്കും എല്ലാം വേഗത്തിൽ എന്ത് ചെയ്യണം? നടന്നു കാണണമെന്നുള്ള ആഗ്രഹമാണ്. ഹല്ലേലൂയ. അപ്പോ വിവരങ്ങളുടെ കാലമാണ്, വേഗത്തിന്റെ കാലമാണ്, പിന്നെന്താ പ്രകടനങ്ങളുടെ കാലമാണ് അല്ലെ? എവിടെ നോക്കിയാലും എന്താ പ്രകടനങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആത്മീയ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാഷ്ട്രീയ പ്രകടനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണുവാനായി കഴിയുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ ഇതൊക്കെ ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നെങ്കിലും ഉള്ളിൽ തളർന്ന ഹൃദയങ്ങളുടെ കാലവും കൂടിയാണ് അല്ലെ? ധനമുള്ളവർ, പണമുള്ളവർ, കഴിവുള്ളവർ എല്ലാം ഉള്ളിൽ എന്ത് ചെയ്യാ തളർന്ന ഹൃദയങ്ങളുടെ കാലവും കൂടിയാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? പണമുള്ളവരല്ലേ, ധനവാന്മാരല്ലേ, ആ കുടുംബം ഒക്കെ ഇന്ന് എന്ത് ചെയ്യാ തളർന്നിരിക്കുകയാ അല്ലെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം ആമേൻ പണമുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാമെന്നുള്ള ആമേൻ ചിന്തകളോടായിരിക്കുന്ന അനേകർ ഇന്ന് ലോകത്തിലുണ്ട് അല്ലേ? സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ. പണമില്ലെങ്കിൽ പണം കൊടുത്ത് സഹായിക്കാൻ അനേകര് തയ്യാറാണ്. പക്ഷേ പണം കൊണ്ട് പരിഹരിക്കപ്പെടുന്ന ആമേൻ വിഷയങ്ങളല്ല ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്.